ഹായ് ഗായ്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മുന്തിരിങ്ങ പോലെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ കാട്ടിലെന്തോ ഇതാണെന്ന് തോന്നുന്നു. ഇതിനെ എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുന്തിരിങ്ങേൻ്റെ കുഞ്ഞി കുഞ്ഞി കുരുകൾ പോലെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലെ തട്ടിലോട്ട് ഞങ്ങൾ കയറി പോകാൻ പോവുകയാണ് കേട്ടോ. കാരണം അവിടെ വാടകയ്ക്ക് താമസിച്ചെടുത്തവർ മാറിയായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. മുകളിൽ നല്ല ഭംഗിയാണ് കേട്ടോ, മുകളിലെ വ്യൂ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കയറി പോവാണേ, കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ഹാള്. പിന്നെ ഇത് അടുക്കള, പിന്നീട് റൂമുകളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഒരു റൂം. ഇനി ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. ആ റൂം കാണിച്ചു തരാവേ. ഈ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ പുറഭാഗത്തുള്ള താഴേക്കൂടി പോകുന്ന ആൾക്കാരെ കാണാം, വഴി നോക്കാം, പിന്നെ അപ്പുറത്തുള്ള വീടുകൾ കാണാം, എല്ലാം കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ ഈ ജനലിൽ കൂടി നോക്കിക്കൊണ്ട് നിൽക്കാനേ. അങ്ങനെ അവിടം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് പോവാണ്. ഞാൻ പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ്, പുറത്ത് കാണിച്ചു തരാം. പുറഭാഗത്ത് ഒരു പാല നിൽപ്പുണ്ട് കേട്ടോ. യക്ഷിപ്പാല ഉണ്ടല്ലോ, പൂത്ത് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ താഴെ ഒരു കോവൽ നട്ടിട്ടുണ്ടായിരുന്നു. അത് പടന്ന് രണ്ടാമത്തെ നിലയിൽ വരെ പിടിച്ച് നിൽക്കുന്ന കണ്ടോ, കോവയ്ക്ക. അങ്ങനെ കോവയ്ക്ക ഒത്തിരി ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. ഒത്തിരി ഉണ്ട് കേട്ടോ കോവയ്ക്ക. പിന്നീട് നമ്മുടെ ആ സാധനം ഉണ്ടല്ലോ, ഇത് ഒത്തിരി പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഈ കാട്ടിലുള്ള ഈ ചെടി, അങ്ങനെ ഇതും പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ സ്റ്റെപ്പ് കയറി മുകളിൽ പോവാണ് കേട്ടോ. മുകളിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് നോക്കാനായിട്ട് പോവാണ്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, ചുട്ടു പൊള്ളണ വെയിലായിരുന്നു. മുകളിൽ പോയി നിന്നാലും നല്ല ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകൾ. പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു കണിക്കൊന്ന പൂത്ത് നിൽപ്പുണ്ട്. അതിനെ നല്ല രീതിക്ക് ഇടുന്നാൽ കാണാൻ പറ്റും. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നതുകൊണ്ട് കണ്ടോ, എല്ലാ പ്രാവശ്യവും വേഗം തന്നെ പൂക്കുന്നതാണ് കേട്ടോ ആ കണിക്കൊന്ന. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞാൻ വേഗം ഇറങ്ങി ഓടുക. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടായിരുന്നു മുകളിൽ. പിന്നീട് താഴെ വന്ന് ഞാൻ പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. പാല ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ നിൽക്കുന്നതാണ് കേട്ടോ പാല. നല്ല ഉയരത്തിലുണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ ഇടയ്ക്ക് പൂ വരും, നല്ല മണമാണ് കേട്ടോ പാലപ്പൂവ്. യക്ഷിപ്പാല എന്നൊക്കെ പറയില്ലേ, അതാണ് തോന്നുന്നത്. അങ്ങനെ എന്തായാലും ഒരു പാലയാണ്, യക്ഷിപ്പാല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നല്ല ഉയരത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. പൂത്ത് വരുമ്പോഴത്തേക്കും നല്ല മണമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞങ്ങളുടെ